2022 ഫിഫ ലോകകപ്പിന് ശേഷം എണ്ണ പ്രകൃതിവാതക ഇതര മേഖലയിൽ ഖത്തറിന്റെ വളർച്ച വേഗത്തിലായെന്ന് IMF റിപ്പോർട്ട്. സാമ്പത്തിക വളർച്ചയുടെ വൈവിധ്യവൽക്കരണത്തിന് ലോകകപ്പിനോടനുബന്ധിച്ച് നിർമ്മിച്ച അടിസ്ഥാന സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താമെന്നും IMF നിർദ്ദേശിച്ചു. 2022 ഫിഫ ലോകകപ്പിനൊപ്പം കഴിഞ്ഞ ഒരു പതിറ്റാണ്ടുകാലത്തെ പൊതുനിക്ഷേപ പദ്ധതികളും ഖത്തറിന്റെ സാമ്പത്തിക വൈവിധ്യവൽക്കരണത്തിന് സഹായകമായിരുന്നുവെന്നാണ് IMF വിലയിരുത്തൽ. പുതിയ തൊഴിലവസരങ്ങൾ, സംരംഭങ്ങൾ എന്നിവ ഉറപ്പാക്കുന്നത് വഴി കൂടുതൽ സാമ്പത്തിക വളർച്ചയ്ക്കായി എണ്ണ, പ്രകൃതിവാതക വ്യവസായങ്ങൾക്കപ്പുറമുള്ള മേഖലകളിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് പുതുതായി സൃഷ്ടിച്ച അടിസ്ഥാന സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താവുന്നതാണെന്നും IMF കിഴക്കൻ മധ്യേഷ്യൻ മേഖലയുടെ അവലോകന റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നു. 2022 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചതിനു ശേഷവും ഖത്തർ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കുന്നതായും ഇത് രാജ്യത്തിന്റെ ആഗോള സാമ്പത്തിക പ്രതിച്ഛായ മെച്ചപ്പെടുത്തിയതായും IMF വിലയിരുത്തി. 2023 രാജ്യത്തേക്കുള്ള സന്ദർശകരുടെ വരവ് കോവിഡിന് മുമ്പുള്ളതിന്റെ 2 മടങ്ങായി വർദ്ധിച്ചിട്ടുണ്ട്. ഈ വർഷം ടൂറിസം പുതിയ ഉയരങ്ങളിലെത്തുമെന്നും റിപ്പോർട്ടിൽ പ്രത്യാശ പങ്കുവയ്ക്കുന്നു. 2011 മുതൽ തുറമുഖങ്ങളും റോഡുകളും മുതൽ മെട്രോ, വിമാനത്താവളങ്ങൾ വരെയുള്ള അടിസ്ഥാന സൗകര്യ വികസനം, ലോകകപ്പ് ആതിഥേയത്വം, ഖത്തറിന്റെ ഹൈഡ്രോ കാർബൺ ഇതര മേഖലകളിലേക്ക് സാമ്പത്തിക വൈവിധ്യവൽക്കരണം ത്വരിതപ്പെടുത്തിയതായാണ് കണ്ടെത്തൽ. കൂടുതൽ വൈദഗ്ധ്യമുള്ള വിദേശ തൊഴിലാളികളെ രാജ്യത്തേക്ക് ആകർഷിക്കുന്നതിനും ലോകകപ്പ് പ്രയോജനം ചെയ്തതായും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. ബിസിനസ്, പരിസ്ഥിതി പരിഷ്കാരങ്ങളുടെയും സമഗ്രമായ വളർച്ചയിലൂടെ വാർഷിക ഹൈഡ്രോ കാർബൺ ഇതര വളർച്ച 3% വർദ്ധിപ്പിക്കും. നേട്ടങ്ങൾ പരമാവധിയാക്കാൻ പരസ്പര പൂരകങ്ങളായ പരിഷ്കാരങ്ങൾ ശരിയായ രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ടെന്നും തൊഴിൽ ശക്തിയുടെ 95% വരുന്ന വിദേശ തൊഴിലാളികൾക്ക് തൊഴിൽ സംരക്ഷണം ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വിദേശ തൊഴിലാളികളുടെ തൊഴിൽമാറ്റം പരിമിതപ്പെടുത്തുന്ന സ്പോൺസർഷിപ്പ് മായ കഫാല നിർത്തലാക്കിയ ആദ്യ ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യമാണ് ഖത്തർ. ബിസിനസ് മേഖലയിലെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും നേരിട്ടുള്ള വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിനുമുള്ള സംരംഭങ്ങളും സർക്കാർ നടപ്പാക്കിയതായും റിപ്പോർട്ടിൽ പറയുന്നു. അൻവർ പാലേരി, 24 ദോഹ.